Hi, welcome back to the next video. So, as of now, we sign up for UI completed. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സൈൻ അപ്പ് വരെയുള്ള UI ഉള്ള രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാനുള്ളത് ഈ ഡാഷ്ബോർഡാണ്. സോ ഈ ഒരു സ്ക്രീനും അതുപോലെ ഈ ഒരു സ്ക്രീനും. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ക്രീനാണ്, മീൻസ് കാറ്റഗറി സ്ക്രീൻ. ഓക്കെ, കാറ്റഗറി ആക്ടിവിറ്റി വിളിക്കാം. സോ ഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ ഒരു പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. സോ ന്യൂ ആക്ടിവിറ്റിക്കകത്ത് empty activity. So I will call this category activity എന്ന് വിളിക്കാം ഞാൻ. ഓക്കെ, സോ കാറ്റഗറി ആക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അതാവുന്നുണ്ട്. അറ്റ് ദ മീൻ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ലോഗിന്ന് ഈ ഒരു കാറ്റഗറി ആക്ടിവിറ്റിയിലോട്ടുള്ള കണക്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ഫോർ ദാറ്റ് ലോഗിൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമല്ലോ, ഓൺ ക്ലിക്ക് മെൻഷൻ ചെയ്യുക. ഓൺ ക്ലിക്ക് സൈൻ അപ്പ് മാറ്റിയിട്ട് ലോഗിൻ ആക്കി. സോ മെത്തേഡ് ഉണ്ടാക്കി. സോ ക്യാൻ ജസ്റ്റ് കോപ്പി. സോ സൈൻ അപ്പ് ആക്ടിവിറ്റി മാറ്റിയിട്ട് കാറ്റഗറി ആക്ടിവിറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കാറ്റഗറി ആക്ടിവിറ്റിയിലോട്ട് എത്തും. സോ കാറ്റഗറി ആക്ടിവിറ്റീൻ്റെ ലേ ഔട്ട് എടുത്താൽ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒന്നുമില്ല അല്ലേ, പക്ഷെ നമുക്ക് എന്ത് വേണം, ഇതുപോലെ അവൈലബിൾ കാറ്റഗറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞാണ്. സോ ബേസിക്കലി ഇത് എന്ന് പറയുന്നത് ഇതൊരു ടൂൾ ബാറാണ്. സോ നമുക്ക് ഫസ്റ്റ് ഒരു ടൂൾ ബാർ ആഡ് ചെയ്യാം. ഓക്കെ, സോ ടൂൾ ബാർ ആഡ് ചെയ്യാം. മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്, പിന്നെ ഇതിന് ടൈറ്റിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ആ ടൈറ്റിൽ നമുക്ക് സെലക്ട് യുവർ കാറ്റഗറി നോക്കാം. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, കളറ്, ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് വൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫാമിലി, ഫോൺ ഫാമിലി നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ആവശ്യമില്ല. അത് നോക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി തീം ചെയ്തിടും. സോ ഇതിന് കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യാണ്ട്. സോ ജസ്റ്റ് ആഡ് 3 കൺസ്ട്രെയിൻ. ടോപ്പ് 2 സൈഡിലോട്ടുള്ള കൺസ്ട്രെയിൻ ആഡ് ചെയ്തു. ഓക്കെ, ടൂൾ ബാറായി. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് വ്യൂ വേണം. ഓക്കെ, സോ അതിന് ഞാനൊരു ടെക്സ്റ്റ് വ്യൂ വിത്ത് മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്, ടെക്സ്റ്റ്, അവൈലബിൾ കാറ്റഗറീസ്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഓക്കെ, ഫോണ്ട് ഫാമിലി വ്യത്യാസമുണ്ട്. ഇറ്റ്സ് സെമി ബോൾഡ്. ഓക്കെ, സോ ഇതിന് സെർട്ടൻ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യണം. സോ അത് സെറ്റ് ചെയ്യാം. ബിലോ ടൂൾ ബാർ വരും. ഓക്കെ, ഇനി മാർജിൻ. ഓക്കെ, മാർജിൻ ടോപ്പിൽ അത്യാവശ്യം മാർജിൻ ഉണ്ട്. സോ 24 ആൻഡ് ബോത്ത് സൈഡിൽ ഞാനൊരു 16 and 16 കൊടുത്തു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതുവരെ ഉള്ളതായി, അവൈലബിൾ കാറ്റഗറീസ് ആയി. സോ ഇനി ഈ 2 സാധനം വേണ്ടേ. സോ ബേസിക്കലി ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ കാർഡ് വ്യൂ ആണ്. ഇതൊരു കാർഡ് വ്യൂ. അതിൻ്റെ അകത്തൊരു ലീനിയർ ലേഔട്ടിൽ നമുക്ക് ഒരു ഇമേജ് വ്യൂ, ഒരു ടെക്സ്റ്റ് വ്യൂ ഇട്ടാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ സ്പ്ലിറ്റ് മോഡ് ഇട്ടു. ബേസിക്കലി കോഡ് തന്നെ മതി. ഓക്കെ, ടൂൾ ബാർ ടെക്സ്റ്റ് വ്യൂ ആയി. സോ ഞാൻ ആദ്യം ഒരു കാർഡ് വ്യൂ എടുക്കും. കാർഡ് വ്യൂ, മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാനൊരു സിമ്പിൾ ലീനിയർ ലേഔട്ട് ഇട്ടു. അതും മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഞാൻ ഹൊറിസോണ്ടലാക്കി കൊടുത്തു. സോ ബേസിക്കലി ആ ഒരു കണ്ടെയ്നർ ലേഔട്ട് ആയിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഒരു അത് നമുക്ക് ഇമേജ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. സോ ഇതിന് ആക്ച്വലി പാഡിങ് കൊടുക്കാം. പാഡിങ് ഒരു 20 dp, ഒരു ഇൻറ്റേർണൽ സ്പേസിങ്ങിന് വേണ്ടിയിട്ട്. സോ എന്നിട്ടൊരു ഇമേജ് വ്യൂ ആഡ് ചെയ്യാം. ഇമേജ് വ്യൂ ഒരു 100 dp ഹൈറ്റ് ആൻഡ് വിഡ്ത്തുള്ള 100 dp ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. പിന്നെ ജസ്റ്റ് ആഡ് src. ഇപ്പോൾ എന്താ, ഒരു ഇമെയിലിൻ്റെ ഒരു ടെമ്പററി ഐക്കൺ ആഡ് ചെയ്തു. ഓക്കെ,
സോറി, ഓക്കെ, ഒരു ഇമെയിൽ ആഡ് ചെയ്തു. ഇനി ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. മാച്ച് പാരന്റ്, വെബ് കണ്ടന്റ്, ടെക്സ്റ്റ് എന്താ കൊടുക്കാം, ഫ്രൂട്ട്സ് നോക്കാം, ഫ്രൂട്ട്സ്. ഓക്കെ, ഫാമിലി മോൺസെറാട്ട് സെമി ഗോൾഡ് അല്ലേ, ഫാമിലി സെമി ഗോൾഡ് ആണ്. സോ കളറ് ബ്ലാക്ക് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് കോഡ് നോക്കിയാൽ നമുക്കിവിടെ സമീപം കാണാൻ പറ്റും ആക്ച്വലി. സോ നമുക്കതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ബിലോ ആ ഒരു ടെക്സ്റ്റ് വ്യൂ. ഓക്കെ, ബോത്ത് എഡ്ജ്, പിന്നെ മാർജിൻ കൊടുക്കാനുണ്ട് നമുക്ക്. ഉപ്സ്, പുറത്ത് ചാടിയുണ്ട്. ഓക്കെ, സോ ഓക്കെ, സോ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മാർജിൻ കൊടുക്കാം. 24, 16. സോ ഓക്കെ, ഇനി നമുക്ക് കോർണർ റേഡിയസ് കുറച്ച് കൂട്ടി കൊടുക്കാം. കോർണർ റേഡിയസ് 10 dp. സോ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇപ്പോൾ. ഓക്കെ, സോ ഇതിൻ്റെ ഗ്രാവിറ്റി ഇവിടെ മാറ്റണം. സോ ഓക്കെ, ഗ്രാവിറ്റി സെൻറ്റർ ആക്കി. ടെക്സ്റ്റ് വ്യൂവിന് കുറച്ച് മാർജിൻ സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സോ അത് ആ ഒരു കുറച്ച് സ്പേസ് ഇട്ടിരിക്കും. മാർജിൻ സ്റ്റാർട്ട് ഒരു 15 dp കൊടുക്കാം. സോ 100 dp എനിക്ക് ഒന്ന് കുറച്ച് വലുതായിരിക്കും. സോ നമുക്ക് ഈ ജസ്റ്റ് ആദ്യം ഈ ഒരു ഐക്കൺ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. നോക്കട്ടെ, ഡൗൺലോഡ്സിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഐക്കൺ എക്സ്പോർട്ട് ചെയ്യാം. PNG മാറ്റിയിട്ട് നമുക്ക് SVG, പിന്നെ സെറ്റ്സിൽ നമുക്ക് ഡാഷാണ്, ഡാഷ് എക്സ്പോർട്ട് ചെയ്തു. സോ സെയിം ഫോർ ദിസ്. എക്സ്പോർട്ട് ചെയ്തു. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇമ്പോർട്ട് ചെയ്യാം. ഡ്രോവർ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. വെക്ടർ അസറ്റ്, സോറി, ഫ്രം ഫയൽ. IC tools fine. Translate IC fruits. Okay, rename to IC fruits. So that's it. So ഞാനിവിടെ ഫസ്റ്റ് നമുക്ക് ഏതാ ഫ്രൂട്ട്സ് ആണല്ലേ. ഓക്കെ, ഫ്രൂട്ട്സ് ആക്കി. ഓക്കെ, 100 dp ഇത്തിരി കൂടുതലാണ്. സോ 80 dp ആക്കാം. സോ ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സ്ഥിതിയെന്ന്. സോ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഫ്രൂട്ട്സിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി UI വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ ഈ സൈസ് ഇത്തിരി കൂടുതലായിട്ട് തോന്നി. സോ 180 മാറ്റിയിട്ടൊരു 50, സോറി 80 മാറ്റിയിട്ടൊരു
50 dp മതിയാവും. ഓക്കെ, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ 50 dp ആക്കുന്നുണ്ട്. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലാവുന്നതിനെ കൊണ്ട് തന്നെ സോ വിസിബിലിറ്റി അത്ര ബെറ്റർ അല്ല. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇവിടെ മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റണം. സോ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ബേസിക്കലി ഇതാണ് കളർ. ഇത് നമുക്ക് ശരിക്കും colors.xml ആഡ് ചെയ്യാം. bg. ഓക്കെ, സോ ഇച്ചിരി ഡാർക്കാണ്. സോറി, ഡാർക്ക് അല്ല, ഇത്തിരി ഒപ്പാക്സിറ്റി ആക്കാം. ഓക്കെ, സോ ഓക്കെ, ദിസ് ടൈം സ്കൂൾ കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു കാർഡ് വ്യൂ ഇതേ സെയിം സാധനം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ദ സെയിം. എന്നിട്ട് കൺസ്ട്രെയിൻ കളയുക, അടിയിലോട്ട് ഇറക്കുന്നു. ഓക്കെ, ആൻഡ് കൺസ്ട്രെയിൻ ടു ദ ബോട്ടം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഫ്രൂട്ട്സ് മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം, വെജിറ്റബിൾസ്. ഓക്കെ, വെജിറ്റബിൾസ് ആക്കി. ഓക്കെ, ഇവിടെ ഫ്രൂട്ട്സ് മാറ്റിയിട്ട് വെജിറ്റബിൾസ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ആക്ച്വലി ഈ ഒരു യു ഐ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ സോ ആക്ച്വലി ഇവിടെ കാണാൻ പറ്റും സെലക്ട് യുവർ കാറ്റഗറി എന്നുള്ളത് ഉണ്ട് അവിടെ. പക്ഷെ ആ ഒരു കളർ മിസ്മാച്ച് വരുന്നുണ്ട്. സോ അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് തീംസിലോട്ട് പോവുക. കളർ പ്രൈമറി പർപ്പിൾ മാറ്റിയിട്ട് ആപ്പ് ഗ്രീൻ ആക്കുക. ഓക്കെ, സോ കളർ പ്രൈമറി വേരിയൻറ്റും ആപ്പ് ഗ്രീൻ ആക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ റൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവം ഓക്കെയാണ്, വൃത്തിയാക്കി സംഭവം വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആക്കുമ്പോൾ കാണാം എൻ്റയർലി ഈ ഒരു സ്ക്രീൻ ഗ്രീൻ ആയി. ഓക്കെ, ടൂൾ ബാർ ഇവിടെ ഈ ഒരു സെക്ഷൻ ഗ്രീൻ ആയി. ലോഗിൻ പ്രസ് ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എല്ലാം ടോട്ടലി ഗ്രീൻ ആണ്. സോ ദാറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ് ടു ഗോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ആക്ഷൻ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഈ കാർഡ് വ്യൂവിൽ ക്ലിക്ക് എനേബിൾ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ക്ലിക്കബിൾ ട്രൂ ആക്കണം, ഫോക്കസബിൾ ട്രൂ ആക്കണം. ഓക്കെ, ക്ലിക്ക് ചെയ്യാമെന്നും അത് ഫോക്കസ് ചെയ്യാന്നുള്ളതും ഈ ഒരു സെയിം സാധനം സെക്കൻഡ് കാർഡ് വ്യൂവിലും വേണം. സോ അതിട്ടു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതായി. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കാർഡ് വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിൽ കൊടുക്കണം. അടുത്ത സ്ക്രീൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സ്ക്രീനാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഐറ്റം ലിസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കും. സോ ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ ആക്ടിവിറ്റിക്ക് ഞാൻ സോറി ന്യൂ ആക്ടിവിറ്റിയിൽ എംപ്റ്റി ആക്ടിവിറ്റി വേണം. സോ items activity. So items maybe listing. So maybe item listing activity എന്ന് ഞാൻ നെയിം ചെയ്തു. ഓക്കെ, ഞാൻ ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്തു. സോ ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് ട്രിഗർ കൊടുക്കണം. ഓക്കെ, സോ കാറ്റഗറി ആക്ടിവിറ്റി എന്ന് സോ നമുക്കിവിടെ ഓൺ ക്ലിക്ക് കൊടുക്കാം. സോ ബേസിക്കലി ഇവിടെ ഓൺ ക്ലിക്ക് കാറ്റഗറി. സോ ബേസിക്കലി അങ്ങനെ ഒരു സാധനമില്ല. സോ ഞാൻ ആ കോഡ് കൊടുക്കുന്നു ഇവിടെ, ഐറ്റംസ് ലിസ്റ്റിംഗ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു സെയിം ക്ലിക്ക് നമുക്ക് രണ്ടാമത്തെ ബട്ടൺ ഇവിടെ മാത്രമേ കൊടുത്തുള്ളൂ, ഇവിടെയും കൊടുക്കും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഓൺ ക്ലിക്ക് കാറ്റഗറി കൊടുക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. റൺ ചെയ്താൽ നമ്മൾക്ക് ഒരു അടുത്ത ബ്ലാങ്ക് സ്ക്രീനിലോട്ട് ഇയാൾ ക്ലിക്ക് ചെയ്താൽ പോകേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ലോഗിൻ ക്ലിക്ക് ചെയ്തു, ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ പോകുന്നുണ്ട്. സോ വെജിറ്റബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാങ്ക് സ്ക്രീനിലോട്ട് പോകുന്നുണ്ട്. സോ ബേസിക്കലി ഇതുവരെയുള്ള കാര്യങ്ങൾ കറക്റ്റാണ്. സോ റെസ്റ്റ് ഓഫ് ദ സാധനം നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ.